പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലാണ് വീടുകൾ ചോർന്നൊലിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവനരഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 2021 ഡിസംബർ 6-നാണ് തുറന്നു നൽകിയത്. ഇപ്പോൾ 30 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 10 വീടുകൾ അടഞ്ഞുകിടക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ താമസിക്കാൻ 3 വർഷമായി. അതിനിടയ്ക്ക് പഞ്ചായത്തിന് അവിടുന്ന് ആൾക്കാരും വന്നിട്ടില്ല. ഇതുവരെ ഇവിടെ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈന്, സൈഡ് വെള്ളം പോകാനുള്ള അങ്ങനെയൊക്കെ. ഇതുണ്ട്, ഇലക്ട്രിസിറ്റീൻ്റെ ഇത് മാറ്റാൻ, സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ, അങ്ങനെ കുറേ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബലക്ഷയം വന്ന തകർച്ചയുടെ വക്കിലെത്തി. അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തു. കെയർ ഹോമിന്റെ തൊട്ടുമുന്നിലുള്ള KSEBിയുടെ ട്രാൻസ്ഫോമർ കാട് കയറി നിൽക്കുകയാണ്. തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികാരികളെ നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M. കൃഷ്ണകുമാർ ആരോപിച്ചു. ഒരു അപകടം വരുന്നതിന് മുൻപ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. MP രാജേഷിനും യുവർ പ്രദീപിനടക്കം നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ഇന്നവരെ അന്വേഷിക്കാനോ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. വെള്ളക്കെട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത്. 4 പുറം അത്രയും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഫ്ളാറ്റില് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ആളില്ലാത്ത വീടുകളിൽ നിന്ന് മീറ്ററുകളും KSEB ഊരിമാറ്റിയിട്ടുണ്ട്. ഹോം കെയർ നിവാസികൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല.